നമസ്കാരം. മകളുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ യുവാവിനെ പെൺകുട്ടിയുടെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ദുരഭിമാനക്കൊലയെന്ന് വീട്ടുകാർ ആവർത്തിക്കുമ്പോഴും അല്ലെന്നാണ് പോലീസ് ഭാഷ്യം. നിരവധി സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കൃത്യം ദുരഭിമാനക്കൊലയല്ലെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. മദ്യലഹരിയെ തുടർന്നുണ്ടായ കൊലപാതകമാണിതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇരവിപുരം നാൻസി വില്ലയിൽ അരുൺകുമാറിനെയാണ് ഇരവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദ് കുത്തിക്കൊലപ്പെടുത്തിയത്. പ്രസാദിന്റെ മകളുമായി അരുൺ സൗഹൃദത്തിലായിരുന്നു. മുൻപും അരുണിനെ പ്രസാദ് ഭീഷണിപ്പെടുത്തി. ഇരവിപുരം പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി ഉണ്ടായിരുന്നു. ഇതോടെ വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് പ്രസാദ് പറഞ്ഞിരുന്നു. പിന്നാലെ ബന്ധുക്കളുടെ വിവാഹ ചടങ്ങുകളിൽ പ്രസാദ് അരുണിനെയും പങ്കെടുപ്പിച്ചു. ഓണാഘോഷത്തിനും അരുണിനെ പ്രസാദ് വിളിച്ചു. എന്നാൽ മദ്യപിച്ചാൽ പ്രശ്നമുണ്ടാക്കുന്നയാളാണ് പ്രസാദ് എന്ന് പോലീസ് പറയുന്നു. മദ്യലഹരിയിൽ അരുണുമായി വാക്കേറ്റമുണ്ടായ ശേഷം പ്രസാദ് കുത്തുകയായിരുന്നു. എന്നാൽ ദുരഭിമാനക്കൊലയെന്ന് ആവർത്തിക്കുകയാണ് അരുണിന്റെ ബന്ധുക്കൾ. പ്രസാദിന്റെ മകളെ പ്രണയിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് തന്റെ മകനെ കൊല ചെയ്തതെന്നാണ് അരുൺകുമാറിന്റെ പിതാവ് ഷിജു ആരോപിക്കുന്നത്. ദീർഘകാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിച്ച് നൽകാമെന്ന് പലപ്പോഴും ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പ്രസാദ് പലപ്പോഴും അരുണിനെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. അരുൺ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളായതിനാൽ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട പ്രസാദിന് വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നുവെന്നും അരുണിന്റെ ബന്ധുക്കൾ പറഞ്ഞു. പ്രസാദിന്റെ മകളുമായി വിവാഹം നടത്താൻ അരുണിന്റെ കുടുംബത്തിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളായതിനാൽ പ്രസാദിന് ഇതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഇതിന്റെ പേരിൽ പലതവണ ഭീഷണി മുഴക്കിയിരുന്നതായി യുവാവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. സംഭവ ദിവസം രാവിലെയും അരുണുമായി പ്രസാദ് വാക്കേറ്റമുണ്ടായി. ഇതിനെ തുടർന്ന് വൈകിട്ടോടെ അരുണും സുഹൃത്തും കൂടി ഇരട്ടക്കടയിലെത്തി. സംസാരത്തിനിടയിൽ ഇരുവരും കയ്യേറ്റത്തിലെത്തുകയും കുത്തേറ്റ് അരുൺ മരിക്കുകയുമായിരുന്നു. പ്രസാദ് അരുൺകുമാറിന്റെ നെഞ്ചിലാണ് കത്തി കുത്തിയിറക്കിയതെന്ന് ദൃക്സാക്ഷികളും പറഞ്ഞിരുന്നു. ശ്വാസകോശത്തിൽ ആഴത്തിൽ മുറിവേറ്റതാണ് യുവാവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രസാദിനെ കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംഭവത്തിന് ശേഷം പ്രസാദ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങിയായിരുന്നു. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ ഇന്നലെ വെസ്റ്റ് പോലീസിന് കൈമാറി. വെസ്റ്റ് പോലീസാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും.